ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഫസ്മീനയുടെ പ്രശ്നം. അതായത് നമുക്കൊക്കെ അറിയാം, തൊപ്പിയുടെ പഴയ കാമുകിയായിട്ടുള്ള ഫസ്മീനയുടെ ചെറിയ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരികയാണ്, അവർ ഗർഭിണിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസും കണ്ടു, യൂട്യൂബിൽ ഷോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ തുടങ്ങാം. അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പൊളിറ്റീഷ്യനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും, നിന്നെ പോലത്തെ ഒരു പെൺകൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധോദയം ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണം വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അടിച്ചു വിട്ടിരിക്കണം നാട്ടുകാർ മൊത്തം പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്ക. നോക്കുക, സംഭവം എന്താണെന്ന് വെച്ചാൽ തൊപ്പിയുടെ പഴയ കാമുകിയായിട്ടുള്ള ഫസ്മീന ഒരു റൂം റെന്റിന് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഫസ്മീനക്ക് ഒരു തോന്നൽ വരികയാണ്. അതായത് എനിക്കൊരു പാർട്ട്ണറും കൂടി വേണം. ഉദാഹരണം പറയാൻ, ഞാനൊരു പ്രവാസിയാണ്, ഞങ്ങളൊരു റൂമിൽ 2-3 പേര് ഷെയർ ഇട്ടിട്ടാണ് എടുക്കൽ. അതായത് പകുതി പൈസ ഞാൻ കൊടുക്കും, മറ്റു പകുതി പൈസ മറ്റൊരു ചിലർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഫസ്മീൻ ഒരു സ്റ്റോറി ഇടുകയാണ്, എൻ്റെ റൂമിൽ ആരെങ്കിലും വരുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്മീനയുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള, അതായത് ക്ലോസ് ഫ്രണ്ട് ഒന്നുമല്ല, ജസ്റ്റ് കണ്ട് പരിചയമുള്ള ഒരു ഫ്രണ്ട് പറയുകയാണ്, എനിക്ക് വരാൻ താല്പര്യമുണ്ട്, ഞാൻ നിനക്ക് വാടക കാര്യങ്ങളൊക്കെ കൃത്യമായി തരാം. ഓക്കെ, അങ്ങനെ ഫസ്മീനയുടെ റൂമിലേക്ക് ഈ അസ്മീന എന്നാണ് ഈ മറ്റൊരു പെൺകുട്ടിയുടെ പേര്, ഈ അസ്മീന വരികയാണ്. അതിനുശേഷം ഇവർ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ ഫസ്മീന പറയുന്നത്, ഡെപ്പോസിറ്റിക്ക് ഞാൻ 30,000 കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് പൈസ നീ എനിക്ക് തരണമെന്ന് അസ്മീനയോട് പറയുകയാണ്. അപ്പോൾ അസ്മീന സ്വാഭാവികമായിട്ടും നാളെ തരാം, ഇങ്ങനെ മറ്റന്നാൾ തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില കാരണങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം ഫസ്മീനയും അസ്മീനയും നല്ല രീതിയിൽ അടിയുണ്ടാവുകയാണ്. അതായത് അസ്മീന പറയുകയാണ്, ഞാൻ നിന്റെ പൈസ എങ്ങനെയെങ്കിലും ഞാൻ തരാം. ഇവരുടെ വാക്ക് തർക്കം ഇങ്ങനെ കൂടുതൽ വഷളാവുകയാണ്. അവിടെയാണ് ലുട്ടാപ്പി എന്ന് പറയുന്ന ഒരു പയ്യൻ വരുന്നത്. അതായത് ഞാൻ അവനെ ലുട്ടാപ്പി എന്ന് വിളിക്കുന്നത് അവൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പേര് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ പയ്യൻ അതായത് ഫസ്മീനയുടെ പുതിയ കാമുകനാണ്. അപ്പോൾ ഈ ഫസ്മീനയുടെ പുതിയ കാമുകൻ എന്ത് ചെയ്യുന്നുണ്ടോ, ഈ അസ്മീനയുടെ ഇങ്ങനെ വലിച്ചിങ്ങനെ അടിക്കുകയാണ്. നോക്കുക, പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ആണ് ചെക്കൻ കയറി ഇടപെട്ട് ഈ അസ്മീന നിങ്ങൾ ഒരിക്കലും, ഇവരുടെ പേര് സെയിം ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അസ്മീന തൊപ്പിയുടെ പഴയ കാമുകി, അസ്മീന തൊപ്പിയുടെ കാമുകയുടെ റൂമിൽ പാർട്ട്ണർഷിപ്പിൽ നിൽക്കാൻ വന്ന ഒരു സഹോദരി. അപ്പോൾ ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടാകുമ്പോൾ ഇവൻ വന്ന് കയറി ഇടപെട്ട് അസ്മീനക്ക് കയറി അടിക്കുകയാണ്, അസ്മീനെ നല്ല രീതിയിൽ മർദ്ദിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട്, സത്യം പറഞ്ഞ ചിലത് ഞാൻ ഇവിടെ വെച്ച് തരാം. സത്യം പറഞ്ഞാൽ അത് കണ്ട് ഞെട്ടിപ്പോയി. ഒരാണിന് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ധൈര്യം കിട്ടുന്നത്? ഒരു ഉദാഹരണം പറയാം, ബോബി ചെമ്മന്നൂർ, കുണ്ടി ദേവി എന്ന് പറഞ്ഞ് 5-6 ദിവസം അറസ്റ്റ് ചെയ്തിട്ടും ഇവരൊക്കെ, അതായത് ഒരു പെൺകുട്ടിയെ കയറി അടിക്കുകയാണ്. എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസ്മീന എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം അസ്മീനയുടെ അമ്മ, അതായത് അസ്മീനയുടെ ഉമ്മയോട് കാര്യങ്ങൾ പറയുകയാണ്, ഇവിടെ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ കോൾ വിളിക്കുന്നത്. അസ്മീനയുടെ ഉമ്മ ഫസ്മീനക്ക് ഈ കോൾ വിളിക്കുന്നത് നമ്മൾ ഈ ആദ്യം കേട്ട ഈ തെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി ഫസ്മീന പറയുന്നുണ്ട്, തൊപ്പിയുടെ പഴയ കാമുകി കൃത്യമായി പറയുന്നുണ്ട്, ഞാനൊരു ഗർഭിണിയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് നമ്മൾ സംസാരിച്ച് തീർക്കാം, അതായത് എന്നെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു തരണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു ഗർഭിണിയാണെന്ന് തൊപ്പിയുടെ പഴയ കാമുകി ഇങ്ങനെ യാചിച്ച് പറയുകയാണ്. അപ്പോൾ ഏതായാലും കുടുംബം കേസിന് പോവുകയാണ്, കേസ് തോൽക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറയുന്നത്, ഒരു പക്ഷേ അസ്മീനയുടെ ഫാമിലി ചെറിയ ഫാമിലി ആയിട്ടുണ്ടാവും, കേസ് നടത്താനുള്ള പൈസ കാര്യങ്ങളൊക്കെ ഇല്ലാതെ ആയിട്ടുള്ളൊരു സാഹചര്യമായിട്ടുണ്ടാവും. ഇവിടെ ഫസ്മീന എന്ന് പറയുന്ന പെണ്ണിൻ്റെ വലിയൊരു കൂടം ചതിയാണ്. അതായത് ഒരു ഭാഗം ഞാൻ പറയാം, പൈസ റെന്റിൻ്റെ കൊടുത്തിട്ടില്ല, അത് ശരിയാണ്, ഓക്കെ. പക്ഷേ ഈ ലുട്ടാപ്പി എന്ന് പറയുന്ന ഈ ചങ്ങായി ഉണ്ടല്ലോ, ഈ ചങ്ങായി കടിക്കാൻ ആരാണ് റൈറ്റ്സ് കൊടുത്തത്? നോക്കുക, ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവം വരുന്നത്.
അപ്പോൾ ഈ ലുട്ടാപ്പി, അതായത് നമ്മുടെ ഫസ്മീന ഒരു 5 മാസത്തെ ഗർഭിണിയും കൂടിയാണ് അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് എന്തുമായിക്കോട്ടെ, അവരുടെ ഇഷ്ടമാണ്, നമുക്ക് അതിലൊന്നും പറയാൻ. പക്ഷെ അവനെ രക്ഷിക്കുന്നത് നല്ലതല്ല ഫസ്മീന. അതായത് ഫസ്മീനയുടെ ഒരു ചതി നോക്കുക. ഫസ്മീനയെ പോലത്തെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അവിടെ അടിക്കുകയാണ്. അതിനുശേഷം അവൻ എൻ്റെ കാമുകൻ എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാൻ പോയാലോ? നിയമം തന്നെയാണ്. പൈസ കൊടുത്ത് എങ്ങനെയോ കേസ് വിജയിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കേസ് നല്ല രീതിയിൽ പോലീസ് ഒന്നും കൂടി അന്വേഷിച്ച് ആരുടെ ഭാഗമാണോ തെറ്റ്, അതായത് ഈ ലുട്ടാപ്പി എന്ന് പറയുന്ന ഈ ചെക്കൻ, ഈ പരമനാറ് ഈ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എന്തായാലും പോലീസ് ശിക്ഷിക്കണം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ വീഡിയോ ഞാനൊരു പണിയിലാണുള്ളത്, ഞാനൊരു പ്രവാസിയാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കും. ഓക്കെ ബൈ.